അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കീർത്തിമുദ്ര എന്ന കഥയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തൻ്റെ അവസാനത്തെ കഥകളിക്ക് ഒരുങ്ങി നിൽക്കുന്ന ആശാൻ്റെ മനസ്സിൽ ഉരുണ്ടുകൂടിയ ഒരുപാട് വേദനകളും ഓർമ്മകളിലൂടെയുമാണ് നമ്മൾ കടന്നു പോകുന്നത്. താൻ ഒരുപാട് ആഗ്രഹിക്കുകയും മോഹിക്കുകയും ചെയ്തെങ്കിലും മോഹിച്ചതൊന്നും തനിക്ക് ദൈവം വിധിച്ചില്ലെന്ന സങ്കടകരമായ ഓർമ്മയാണ് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അവസാനം നമ്മൾ പങ്കുവച്ചത്. ഒരു കീർത്തിമുദ്രക്ക് കാത്തിരിക്കുകയാണ് ആശാൻ. തൻ്റെ അവസാനത്തെ കഥകളി കാണാൻ പ്രമുഖരായ ഒട്ടേറെ പേർ സദസ്സിൽ വന്ന് നിൽക്കുകയാണ്. അവർക്ക് മുമ്പിൽ കെട്ടിയാടാനായി ചുട്ടികെട്ടാൻ കാത്തിരിക്കുകയാണ് ആശാൻ. അപ്പോഴാണ് ഇത്തരം ഓർമ്മകൾ ഉരുണ്ടുകൂടി ആശാൻ്റെ മനസ്സിലേക്ക് എത്തുന്നത്. അതിൻ്റെ ബാക്കിയാണ് നമ്മൾ ഇനി പറയുന്നത്. ആശാനെ മനസ്സിൽ വിചാരിക്കുന്ന അയാളുടെ മനോവിചാരങ്ങൾ ആത്മഗതങ്ങളാണ് തുടർന്നും പറയുന്നത്. തൻ്റെ വേഷം കണ്ട് കൺകുളിർത്തു പോയവരുണ്ട്. താനിക്ക് ഒരുപാട് വേഷങ്ങൾ കിട്ടിയാടും. ശ്രീകൃഷ്ണൻ്റെ വേഷം കിട്ടിയാടും, യവനൻ്റെ വേഷം കിട്ടിയാടും, രാജാക്കന്മാരുടെ, തൊഴിലാളിയുടെ, അങ്ങനെ ഒരുപാട് വേഷങ്ങൾ കിട്ടിയാടും. അങ്ങനെ ഓരോ വേഷങ്ങൾ കണ്ടിട്ട് കൺകുളിർക്കുക എന്ന് പറയുമല്ലോ. കൺകുളിർക്കുക എന്നാൽ കുറത്ത് അയിന് എന്നൊക്കെ അറബിയിൽ പറയുന്നത്. കണ്ണ് ഭയങ്കര അത്ഭുതത്തോടെ, ഇത്രയും വലിയ വേഷമോ, ഇത്രയും നല്ല അഭിനയമോ എന്ന്. അന്ന് തൻ്റെ വേഷം പണ്ട് യൗവനകാലത്ത് യുവാവായിരിക്കുന്ന സമയത്ത് തൻ്റെ സ്ഥിരം വേഷം സ്വയംവരം എന്ന് പറയുന്ന കഥയിലെ ശ്രീകൃഷ്ണനായിരുന്നു. ശ്രീകൃഷ്ണൻ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കഥാപാത്രമാണ്, എല്ലാവരുടെയും ഇഷ്ട കഥാപാത്രമാണ്. അതാണ് ഞാൻ ആടിയിരുന്നത്. യുവത്വത്തിലേക്ക് പ്രവേശിച്ച കൃഷ്ണനാണ് സ്വയംവര കൃഷ്ണൻ. സ്വയംവരം എന്ന് പറയുന്നത് അറിയാമല്ലോ. ഒരു രാജാവ് ആ രാജാവിൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് രാജകുമാരെ കൊണ്ടുവന്ന് നിർത്തും. എന്നിട്ട് അവിടുന്ന് രാജ്ഞി ഇഷ്ടപ്പെടുന്ന ആളെ കല്യാണം കഴിക്കുന്നതാണ് സ്വയംവരം. അങ്ങനെ സ്വയംവര കൃഷ്ണൻ. വയസ്സ് അന്ന് എനിക്ക് 22. അപ്പോൾ ശ്രീകൃഷ്ണൻ്റെ കാമുകിയാണ് രാധ. ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാവും അല്ലേ? ഭഗവാൻ വിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളിൽ ഒരാളാണ് ശ്രീകൃഷ്ണൻ. എന്തായാലും അപ്പോൾ ശ്രീകൃഷ്ണൻ്റെ കാമുകിയായ വൃന്ദാവന തീരത്തെ രാധ തന്നെ സംബന്ധിച്ചിടത്തോളം, രാധയായിട്ട് പല ആളുകളും വേഷം കെട്ടുമെങ്കിലും ഞാൻ പല സ്ത്രീകളുണ്ടാവും, പക്ഷെ ഓരോ സ്ത്രീകളുടെയും മുഖത്ത് എൻ്റെ കുഞ്ഞുലക്ഷ്മിയായിരുന്നു ഞാൻ കണ്ടിരുന്നത്. വൃന്ദാവന തീരത്തെ രാധ തന്നെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞുലക്ഷ്മിയായിരുന്നു. അതുകൊണ്ട് തനിക്ക് നിത്യകാമുകനായ കൃഷ്ണൻ്റെ വേഷം തന്മയത്വത്തോടെ, സ്വാഭാവികതയോടെ, അഥവാ നമുക്കറിയാവുന്നൊരു വേഷം കെട്ടാൻ നല്ല സുഖമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള, അല്ലെങ്കിൽ നിങ്ങൾ സ്ഥിരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നൊരു വേഷം ഒരു വിദ്യാർത്ഥിയുടെ വേഷമാണെന്ന് കരുതുക. അപ്പോൾ ഒരു നാടകത്തിൽ വിദ്യാർത്ഥിയുടെ വേഷം കിട്ടിയാൽ നിങ്ങൾക്ക് സ്വാഭാവികതയോടെ, ഒരു വ്യത്യാസമില്ല, ഒരുപാട് പഠിക്കാനൊന്നും ഉണ്ടാവില്ല. അതാണ് തന്മയത്വം എന്ന് പറയുന്നത്. നമുക്കറിയാവുന്ന വേഷം കിട്ടുന്നതിനെയാണ് തന്മയത്വം, സ്വാഭാവികത എന്നൊക്കെ പറയുന്നത്. ഇതിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാണുന്ന മുഖങ്ങളിലെല്ലാം കുഞ്ഞുലക്ഷ്മിയുണ്ട്. അഥവാ ഞാനൊരു സ്നേഹിക്കുന്ന ആളാണ്, ഒരു പ്രേമിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ശ്രീകൃഷ്ണൻ്റെ പ്രേമിക്കുന്ന ഒരു കഥാപാത്രം അവതരിപ്പിക്കാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും എടുക്കേണ്ടി വന്നില്ല. അഭിനയിക്കുന്നത് സ്വയംവര കൃഷ്ണൻ്റെ ഭാഗമാണ്. പല കഥകളും മനസ്സിലേക്ക് ഓടിയെത്തുകയാണ്. ഇപ്പോൾ ആർക്കെങ്കിലും ആ വക കഥകളെക്കുറിച്ച് ഓർമ്മയുണ്ടോ? എങ്കിലും ആ ചിത്രങ്ങൾ ആശാൻ്റെ മുമ്പിൽ തിരശ്ശീലക്ക് മുന്നിലെന്ന പോലെ കാണാൻ തുടങ്ങി. തിരശ്ശീല എന്ന് പറയുന്നത് നമ്മളൊരു സംഗതി കാണുമ്പോൾ ആ കർട്ടനാണ് തിരശ്ശീല എന്ന് പറയുന്നത്. ഒരു കർട്ടനിൽ ഇപ്പോൾ പ്രൊജക്ടർ ഒരു കർട്ടനിലേക്കാണല്ലോ ഫോക്കസ് ചെയ്യുക. ആ കർട്ടനെയാണ് തിരശ്ശീല എന്ന് പറയുക. തിരശ്ശീലയിലാണല്ലോ ചിത്രങ്ങളൊക്കെ കാണുന്നത്. ആ തിരശ്ശീലക്ക് മുന്നിലെന്ന പോലെ കാണാൻ തുടങ്ങി. അണിയറയിലെ കളിപ്പെട്ടിമേൽ ആശാൻ ചാരിയിരുന്നു. ഈ ഒരു കഥയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നൊരു കളിപ്പെട്ടിയുണ്ട്. ആ കളിപ്പെട്ടിമേൽ ചാരി ഇരുന്നാണ് ആശാൻ ഇതെല്ലാം ആലോചിക്കുന്നത്. ആലോചന തീരുന്നില്ല. ശ്രീകൃഷ്ണ പരമാത്മാവായി താൻ എവിടെയും നിറഞ്ഞു നിന്നിരുന്നു. ഈ ശ്രീകൃഷ്ണൻ്റെ വേഷത്തിൽ ഒരുപാട് വേദികളിൽ ഞാൻ നിറഞ്ഞാടിയിട്ടുണ്ട്. ഒരുപാട് പേരുടെ കയ്യടികൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അണിയറയിലും അരങ്ങത്തും ഒരുപോലെ. യൗവനം അവസാനിച്ചപ്പോഴാണോ എന്നറിഞ്ഞുകൂടാ. പിന്നെ 22-ാം വയസ്സ് മുതൽ എങ്ങനെ യുവാവായിരിക്കും എപ്പോഴും എനിക്ക് കിട്ടുന്ന ഏറ്റവും നല്ല വേഷമാണ് ശ്രീകൃഷ്ണൻ്റെ. ശ്രീകൃഷ്ണനായിരിക്കും അവിടെ ഹീറോ. എല്ലാ കഥയിലും ഹീറോ ശ്രീകൃഷ്ണനായിരിക്കും. അതുകൊണ്ട് ഞാൻ ആ വേഷം കിട്ടുന്നത് കൊണ്ട് തന്നെ ഞാൻ ആ ഒരു
കഥയിലെ ആ ഒരു അവതരണത്തിലെ ഹീറോ ഞാനായിരിക്കും. പക്ഷെ പിന്നീട് എനിക്ക് വയസ്സായപ്പോൾ ഞാൻ വില്ലനായി മാറി. അതാണ് അടുത്ത് പറയുന്നത്. യൗവനം അവസാനിച്ചപ്പോഴാണോ എന്നറിഞ്ഞുകൂടാ ശ്രീകൃഷ്ണൻ്റെ ഭാഗം അഭിനയിച്ചിരുന്ന തനിക്ക് പിന്നീട് അഭിനയിക്കാൻ കിട്ടിയ വേഷം യവനൻ്റേതായിരുന്നു. യവനൻ എന്ന് പറയുന്നത് അസുരനാണ്. അസുരൻ ഈ ആളുകളുടെ എതിർപക്ഷത്തുള്ള ആളുകളാണ്. ഓക്കെ, ശ്രീകൃഷ്ണൻ്റെ ശത്രുവാണ് യവനൻ. ആ യവനൻ്റേതായി വിപരീത മുഖങ്ങൾ. ഞാൻ തന്നെ യൗവനകാലത്ത് ശ്രീകൃഷ്ണൻ്റെ ഹീറോ വേഷം അഭിനയിച്ചു. പിൽക്കാലത്ത് ഞാൻ യവനൻ്റെ വില്ലൻ വേഷം. അങ്ങനെ വിപരീതങ്ങളായ മുഖങ്ങൾ. ഒന്ന് യൗവനത്തിൻ്റെ, ശ്രീകൃഷ്ണൻ്റേതാണെങ്കിൽ യുവത്വത്തിൻ്റെ, പ്രേമത്തിൻ്റെ, ആദരവിൻ്റെയൊക്കെ. മറ്റേത് ക്രൂരതയുടെ, രൗദ്രതയുടെ, ശൂരതയുടെ. ക്രൂരത എന്ന് പറഞ്ഞാലും രൗദ്രത എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥം. ശൂരത എന്ന് പറഞ്ഞാൽ വില്ലാളിത്തരം. ഓക്കെ, വൃദ്ധനും വില്ലാളിയുമായ യവനൻ്റെ ഭാഗമെടുത്തപ്പോഴും തന്നെപ്പറ്റി ആളുകൾ പുകഴ്ത്താൻ തുടങ്ങി. എനിക്കിഷ്ടമൊന്നുമില്ലെങ്കിലും ഞാനത് നല്ല രൂപത്തിൽ തന്നെ അവതരിപ്പിച്ചപ്പോൾ ആളുകൾക്ക് അതും ഇഷ്ടപ്പെട്ടു. കാരണം ഒരേ സമയം ശ്രീകൃഷ്ണനും യവനനുമാവുകയോ എന്ന് ചോദിച്ചിട്ട് ആളുകൾ അത്ഭുതപ്പെട്ടു. വേഷക്കൊഴുപ്പിൽ ആശാൻ്റെ യവനനെ വെല്ലാൻ ആരുമില്ലെന്ന് വിധി എഴുതി വിവരമുള്ളവ. അങ്ങനെ എൻ്റെ കഥകളി കാണാൻ വരുന്ന ആളുകളൊക്കെ ഈ യവനൻ്റെ വേഷം അഭിനയിക്കാൻ ആശാനേക്കാളും നല്ലൊരാളില്ല എന്നൊക്കെ പറയാൻ തുടങ്ങി. താൻ എന്നും അതേപോലെ തന്നെ ഇന്നും കല എന്ന് പറയുന്ന ആരാധനയ്ക്ക് വേണ്ടി, കല എന്ന് പറയുന്ന സബര്യക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചവനാണ്. ഒഴിഞ്ഞു വെക്കാൻ അതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് ഫിദ എന്ന് പറയില്ല, ഫിദാക്ക, അങ്ങനെ ഞാൻ അങ്ങോട്ട് സമർപ്പിച്ചവനാണ്. പക്ഷേ വേഷങ്ങളിൽ വന്ന വ്യതിയാനത്തിൽ വേദന തോന്നിയിരുന്നു. വ്യതിയാനം എന്ന് പറഞ്ഞാൽ വ്യത്യാസം. വേഷങ്ങൾ എപ്പോഴും എനിക്കിഷ്ടമുള്ളത് നല്ല ഹീറോൻ്റെ വേഷമാണ്. പക്ഷേ പലപ്പോഴും ഹീറോൻ്റെ സഹായിയായി, ഹീറോൻ്റെ വില്ലനായി മാറി. അങ്ങനെ വ്യത്യാസം വന്നപ്പോൾ എനിക്ക് വേദന തോന്നിയിരുന്നു. കൃഷ്ണൻ്റെ കൃഷ്ണൻ്റെ കഥ ആടുക എന്ന് പറഞ്ഞാൽ കഥ അവതരിപ്പിക്കുമ്പോൾ താൻ തന്നിൽ നിന്നും ഉയർന്നു പൊങ്ങി. എന്താ തന്നിൽ നിന്നും ഉയർന്നു പൊങ്ങി എന്ന് പറഞ്ഞാൽ, അപ്പോൾ എനിക്ക് എൻ്റെ ഏറ്റവും നല്ല രൂപത്തിൽ അത് അവതരിപ്പിക്കാൻ കഴിഞ്ഞു. കാരണം ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് ശത്രു സംഹാരകനും ശത്രുവെ വധിക്കുന്നവൻ, സംഹാരകൻ എന്ന് പറഞ്ഞാൽ സംഹരിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ വധിക്കുന്നവൻ, ശത്രുവിനെ വധിക്കുന്നവനും മിത്രത്തെ രക്ഷിക്കുന്നവനും, മിത്രം എന്ന് പറഞ്ഞാൽ സുഹൃത്തിനെ രക്ഷിക്കുന്നവനും നിത്യം എപ്പോഴും കാമുകനുമായ കൃഷ്ണനിലൂടെയാണ് ഞാൻ ജീവിച്ചത്. ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ആശാൻ്റെ സഹായി വന്നിട്ട് അരിമാവും മനയോലവും തയ്യാറായി, ഇനി ഇരിക്കാം. അപ്പോൾ ചുട്ടി എന്ന് പറയുന്നത് ഈ കഥകളിക്ക് മുമ്പ് മുഖത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കഥകളിയിൽ നിന്ന് അടിച്ചു നോക്കിയാൽ കാണാൻ പറ്റും, മുഖത്തൊക്കെ ചായം തേക്കും. അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ് അരിമാവും മനയോലയും. രണ്ട് സാധനങ്ങളാണ്. മനയോല എന്ന് പറയുന്നത് മഞ്ഞ നിറത്തിലുള്ളതാണ്, അരിമാവ് ചുവപ്പ്, പല രൂപത്തിലേക്ക് അതങ്ങനെ മാറും. ഇനി ഇരിക്കാം. അങ്ങനെ ചുട്ടിക്കാരൻ, ഈ ചുട്ടി എന്ന് പറയുന്നത് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന വേഷമാണ്. ആ വേഷം മുഖത്ത് പൈൻ്റ് അടിച്ചു കൊടുക്കുന്ന ആളാണ് ചുട്ടിക്കാരൻ വന്ന് അറിയിച്ചപ്പോഴാണ് ആശാൻ ഓർമ്മകളിൽ നിന്ന് ഉണർന്നത്. അണിയറയിൽ ആശാൻ്റെ കണ്ണുകൾ ചുറ്റി നടന്നു. അപ്പോൾ അണിയറയിലേക്ക് പോയിട്ടാണ്, അണിയറ എന്ന് പറഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലം, നമ്മളെ സ്റ്റോർ റൂം എന്ന് പറയുന്ന പോലെ. ആശാൻ്റെ കണ്ണുകൾ ഒന്നുകൂടി ചുറ്റി നടന്നു. അവസാനത്തെ കഥകളിക്ക് വേണ്ടിയിട്ട് നിൽക്കുകയാണ്. കോപ്പുകൾ സൂക്ഷിക്കുന്ന കളിപ്പെട്ടികൾ, കോപ്പുകളുടെ ഇതിൻ്റെ ഉപകരണങ്ങൾ, ഈ ഉപകരണങ്ങളൊക്കെ സൂക്ഷിക്കുന്ന കളിപ്പെട്ടികളുണ്ട് അവിടെ. തുറന്ന പെട്ടികൾക്കിടയിലൂടെ കാണുന്ന മരമോന്തകൾ, ഓരോ മാസ്കുകൾ, അതുപോലെ കിരീടങ്ങൾ എല്ലാം കണ്ടു. ആ കൂട്ടത്തിൽ സ്വയംവര കൃഷ്ണൻ്റെ കിരീടവും ദൃഷ്ടിയിൽപ്പെട്ടു. ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് ചെയ്ത വേഷമാണ് സ്വയംവര കൃഷ്ണൻ. ആ കൃഷ്ണൻ്റെ കിരീടവും കണ്ണിൽപ്പെട്ടു. 4 ഭാഗത്തും, ആ കിരീടത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 4 ഭാഗത്തും മയിൽപ്പീലി നിരത്തി കുത്തിയിട്ടുള്ള കൃഷ്ണൻ്റെ കിരീടം മറ്റു കിരീടങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. അണിയറയുടെ ഒരു മൂലയിൽ പ്രത്യേക പീഠത്തിന്മേലിരിക്കുന്ന ആ കിരീടം തൻ്റെ തലക്ക് പാകത്തിന് തീർപ്പിച്ചതായിരുന്നു, അഥവാ ഉണ്ടാക്കിയതായിരുന്നു. തൻ്റെ തലയുടെ സൈസിനനുസരിച്ച് ഉണ്ടാക്കിയതായിരുന്നു. അതുകൊണ്ട് തന്നെ വേറെ ആർക്കും അത് ഉപയോഗിക്കാൻ കഴിയില്ല. ഇന്നത് ഉപയോഗിക്കാതെ വെറുതെ ഇരിക്കുകയാണ്. ആശാൻ ആ കിരീടം തൊട്ട് നമസ്കരിച്ചു. വന്ദിച്ചു പറഞ്ഞാൽ ആദരവ് പ്രകടിപ്പിച്ചു. എന്തുകൊണ്ടോ കണ്ണു നിറഞ്ഞിരുന്നു. സാധാരണ ദിവസങ്ങളിലൊക്കെ പകലിലെ ഊണ് കഴിഞ്ഞാണ് ചുട്ടിക്ക് ഇരിക്കാറ്. അന്ന് ആശാൻ ഒന്നും കഴിച്ചില്ല. കാരണം അവസാനത്തെ അല്ലേ, ഭയങ്കര വേദനയുണ്ട്, എല്ലാം കഴിയാണ്. മാത്രമല്ല ഏകാദശി നോമ്പാണ്. അതൊരു തരം നോമ്പ്, നമുക്ക് മുസ്ലിംസിനൊക്കെ ഉള്ള പോലെ അവർക്കുണ്ടാവുന്നൊരു നോമ്പ്. അതും സ്വർഗവാതിൽ ഏകാദശി,
ഒരു വിശ്വാസമായിരിക്കാം, സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു നൊയമ്പായിരിക്കാം. വിശേഷപ്പെട്ട ദിവസമാണ്. പകലന്ന് 2 തവണ തല ചുറ്റി. കാരണം നോമ്പ് നോറ്റിരിക്കല്ലേ. ഇപ്പോഴും ഒരു മയക്കം ബാധിച്ച പോലെയുണ്ട്. സാരമില്ല, ഇന്നത്തോടു കൂടി ഇനി മേലാൽ വേഷമിടേണ്ടല്ലോ. കഥകളിക്ക് ഇനി വേഷമിടേണ്ട, അവസാനത്തെയാണ്. അതുകൊണ്ട് കാണികളെ അത്ഭുതപ്പെടുത്തണം, സ്തംഭിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തണം. യവനനെ കണ്ടാൽ, യവനനായിട്ടാണ് ഇനി വേഷം കെട്ടാൻ പോകുന്നത്, യവനനെ കണ്ടാൽ ഞെട്ടുക തന്നെ വേണം. മാത്രമല്ല, ആ വേഷം കണ്ടാൽ തൻ്റെ പ്രായം എത്രയാണെന്ന് ഒരിക്കലും കാണികൾക്ക് മനസ്സിലാവരുത്. കാണികൾ എൻ്റെ പ്രായം ഇപ്പോൾ അല്ലേ 10-80 പക്ഷെ അതൊന്നും അവർക്ക് മനസ്സിലാവാൻ ഇടവരുന്ന അവസരം വരരുത്. തെല്ലുനേരം ധ്യാന നിമഗ്നനായി. ധ്യാനം എന്ന് പറഞ്ഞാൽ ആരാധന, പൂജ അല്ലേ. നിമഗ്നൻ എന്ന് പറഞ്ഞാൽ അതിലങ്ങോട്ട് മുഴുകുക. അപ്പോൾ ആരാധനയിൽ മുഴുകി നിന്നു. ധ്യാനത്തിനു ശേഷം കണ്ണ് മെഴിച്ചു എന്ന് പറഞ്ഞാൽ കണ്ണ് തുറന്നു. ഒരു ഇളനീര് കൊണ്ടുവരാൻ അണിയറയിലെ സൂക്ഷിപ്പുകാരനോട്, സ്റ്റോർ റൂമുകാരനോട് പറഞ്ഞു. ചെത്തിയ ഇളനീര് കണ്ണു തുറന്ന് ആശാൻ്റെ മുന്നിലേക്ക് ശിഷ്യന്മാരിൽ ഒരാൾ നീക്കിവെച്ചു. ഇളനീരിൻ്റെ വെള്ളം മുഴുവൻ കുറച്ചായി ഇറക്കി. തൊണ്ടക്കുഴിയിലൂടെ ഇളനീർ അകത്തേക്ക് ഒഴുകിയപ്പോൾ ഉള്ളിലെ കഫക്കെട്ടിന് കുറച്ച് ഒരാശ്വാസം ലഭിച്ചതുപോലെ തോന്നി. ക്ഷീണം വിട്ടകന്നിരുന്നു. നവോന്മേഷം, പുതിയ ഒരു ഉന്മേഷം തളർന്നുപോയ സിരകളിൽ, ഞരമ്പുകളിൽ പടർന്നു. ഒരു ഉന്മേഷം ഇങ്ങനെ കിട്ടി. ഇനി അവതരിപ്പിക്കാൻ പോവുകയാണ്. ബാക്കി ഭാഗം നമുക്ക് തുടർന്ന് പറയാം.